ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വീട്ടിലെ ഈച്ച ശല്യം ഒഴിവാക്കാൻ സഹായിക്കുന്ന ലളിതവും ഫലപ്രദവുമായ 10 മാർഗ്ഗങ്ങളാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. ഇതിൽ ഒന്നാമത്തത് തുളസിയിലയാണ്. ഈച്ചകൾക്ക് തുളസിയുടെ ഗന്ധം ഒട്ടും ഇഷ്ടമല്ല. ജനലുകൾക്കും വാതിലുകൾക്കും അടുത്ത് തുളസി ചെടികൾ വളർത്തുന്നത് ഈച്ചകൾ അകത്തേക്ക് വരുന്നത് തടയാൻ സഹായിക്കും. രണ്ടാമതായി കർപ്പൂരമാണ്. ഒരു പാത്രത്തിൽ അല്പം വെള്ളമെടുത്ത് അതിൽ കർപ്പൂരം ഇട്ട് വയ്ക്കുകയോ അല്ലെങ്കിൽ കർപ്പൂരം കത്തിച്ച് അതിൻ്റെ പുക വീടിനുള്ളിൽ കാണിക്കുകയോ ചെയ്യുന്നത് ഈച്ചകളെ തുരത്താൻ നല്ലതാണ്. ഇനി മൂന്നാമത്തത് ഗ്രാമ്പൂവും നാരങ്ങയുമാണ്. ഒരു നാരങ്ങ മുറിച്ച് അതിൽ കുറച്ച് ഗ്രാമ്പൂ തറച്ച് വയ്ക്കുക. ഭക്ഷണമേശയിലോ ഈച്ചകൾ വരാൻ സാധ്യതയുള്ള ഇടങ്ങളിലോ ഇത് വയ്ക്കുന്നത് ഈച്ചകളെ അകറ്റും. 4. ആപ്പിൾ സിഡർ വിനിഗറാണ്. ഒരു ഗ്ലാസ്സിൽ കുറച്ച് ആപ്പിൾ സിഡർ വിനിഗർ ഒഴിച്ച് അതിൽ ഒരു തുള്ളി ലിക്വിഡ് സോപ്പും ചേർക്കുക. ഇതിൻ്റെ ഗന്ധം ഈച്ചകളെ ആകർഷിക്കുകയും അവ അതിൽ വീഴുകയും ചെയ്യും. 5. വേപ്പെണ്ണ. വീട് തുടയ്ക്കുന്ന വെള്ളത്തിൽ അല്പം വേപ്പെണ്ണ കലർത്തുന്നത് ഈച്ചകളെയും മറ്റു ഷഡ്പദങ്ങളെയും അകറ്റി നിർത്താൻ സഹായിക്കും. 6. കറുവാപ്പട്ട. ഈച്ചകൾക്ക് കറുവാപ്പട്ടയുടെ രൂക്ഷഗന്ധം ഇഷ്ടമല്ല. ജനൽപ്പടികളിലും മറ്റും കറുവാപ്പട്ട പൊടി തൂവുന്നത് ഈച്ചകളെ തടയാൻ സഹായിക്കും. 7. ലാവൻഡർ ഓയിൽ. ലാവൻഡർ ഓയിൽ സ്പ്രേ ചെയ്യുന്നത് വീടിന് സുഗന്ധം നൽകുന്നതിനോടൊപ്പം ഈച്ചകളെ അകറ്റുകയും ചെയ്യും. 8. ഉപ്പുവെള്ളം. അല്പം വെള്ളത്തിൽ ഉപ്പ് കലർത്തി ഈച്ചകൾ അധികമുള്ള ഭാഗങ്ങളിൽ തളിക്കുക. അത് ഈച്ചകളെ തുരത്താൻ പണ്ട് മുതലേ ഉപയോഗിക്കുന്ന രീതിയാണ്. 9. ഇഞ്ചി സ്പ്രേ. ഒരു കപ്പ് വെള്ളത്തിൽ ഉണങ്ങിയ ഇഞ്ചിപ്പൊടിയോ പച്ച ഇഞ്ചിയോ അരച്ച് ചേർത്ത് നന്നായി ഇളക്കി സ്പ്രേ കുപ്പിയിലാക്കി അടിക്കുക. ഇത് ഈച്ചകൾക്ക് അസ്വസ്ഥതയുണ്ടാക്കും. 10. ശുചിത്വം പാലിക്കുക. എല്ലാറ്റിനുമുപരി ഭക്ഷണാവശിഷ്ടങ്ങൾ തുറന്നു വയ്ക്കാതിരിക്കാനും മാലിന്യങ്ങൾ യഥാസമയം നീക്കം ചെയ്യാനും ശ്രദ്ധിക്കുക. തറ എപ്പോഴും വൃത്തിയായി സൂക്ഷിക്കുന്നത് ഈച്ചകൾ വരുന്നത് തടയും. അപ്പോൾ ഈ 10 കാര്യങ്ങൾ നിങ്ങൾക്കെല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ഇതിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ തീർച്ചയായും പരീക്ഷിച്ച് നോക്കുക. പരീക്ഷിച്ച് നോക്കിയിട്ട് ഫലം ലഭിക്കുന്നുണ്ടോ എന്ന് താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാർക്കും വീട്ടുകാർക്കും ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള കൂടുതൽ ഉപകാരപ്രദമായ വീഡിയോകൾക്കായി ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.